അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങളിലേക്ക് ചേർത്ത് ഒറ്റ വാചകമായി ശരിപ്പെടുത്തുക. ചോദ്യം 1. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ്. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ്. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ്. ചോദ്യം 2. നരകത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് സ്ത്രീകളെയാണ്. നരകത്തിൽ കൂടുതൽ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് സ്ത്രീകളെയാണ്. ചോദ്യം 3. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ചോദ്യം 4. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ചോദ്യം 5. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ചോദ്യം 6. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം 3 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. സ്വൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് 3 എഴുതുക. നമുക്ക് നോക്കാം ഉത്തരം. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, പാപങ്ങൾ വെടിയുക. ഇവയിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതുക. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, പാപങ്ങൾ വെടിയുക. ഇവയിൽ നിന്ന് ഏതെങ്കിലും 3 സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളായി എഴുതുക. ചോദ്യം 2. മനസ്സിൻ്റെ രോഗങ്ങൾ. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ഇവയിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതുക. ഇതാണ് മനസ്സിൻ്റെ രോഗങ്ങൾ. ചോദ്യം 3. നാവിൻ്റെ ദോഷങ്ങൾ. ഉത്തരം. ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. നാവിൻ്റെ ദോഷങ്ങൾ: ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ഇവയിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതുക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ചോദ്യം 2. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. ചോദ്യം 3. ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. ചോദ്യം 4. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. തീർച്ചയായും
താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ചോദ്യം 5. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. സൽസ്വഭാവം. എന്താണ് സൽസ്വഭാവം? വ്യക്തമാക്കാം. ഉത്തരം: പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. 2. ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ് എന്നാൽ? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ചോദ്യം 3. തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ? ഉത്തരം: ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ഉത്തരം എഴുതാം എന്നതിൽ 1ാമത്തെ ചോദ്യം: നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? ഉത്തരം: നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? എങ്ങനെയുള്ളതാവണം? ഉത്തരം: നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. ചോദ്യം 2. കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ആരെ സംബന്ധിച്ചാണ്? കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം: രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ. രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ. ചോദ്യം 3. കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട്? ഉത്തരം: അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. ചോദ്യം 4. സൽസ്വഭാവികളെ നാം കൂട്ടുകാരാക്കണം. കാരണം എന്ത്? സൽസ്വഭാവികളെ നാം കൂട്ടുകാരാക്കണം. കാരണം എന്ത്? ഉത്തരം: സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരെ നാം സൽസ്വഭാവികളായ കൂട്ടുകാരാക്കണമെന്ന് പറയുന്നത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗം ഓർഡറിലാക്കി മാറ്റണം. നോക്കാം നമുക്കിതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം യകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം യകുൻ തറാഹു ഫഇന്നഹു യറാക്. നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.